സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു മില്ലറ്റാണ്. അപ്പോൾ ഇത് ബക്വീറ്റ് എന്ന് പറഞ്ഞ മില്ലറ്റാണ്. അപ്പോൾ ഇത് FSSAI ആയി അംഗീകരിച്ച 5 മില്ലറ്റിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി യൂട്യൂബിൽ മലയാളത്തിൽ വീഡിയോസ് നോക്കിയപ്പോൾ അധികം വീഡിയോസ് ഒന്നും കണ്ടില്ല. അതിൽ ഡീറ്റെയിൽസ് കുറവാണ്, കുക്കിംഗ് വീഡിയോസൊക്കെ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് കൂടുതലും വിദേശത്ത് കണ്ടവനും പോപ്പുലറാണ്. അപ്പോൾ ഞാനിതൊരു റഷ്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം. അപ്പോൾ ഇതാണ് ബക്വീറ്റ്. അപ്പോൾ ഇത് പറ്റി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് 2 ടൈപ്പ് ബക്വീറ്റ് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർട്ടാറി ബക്വീറ്റും കോമൺ ബക്വീറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇത് 2 ഇന്ത്യയിലുണ്ട്. എൻ്റെ സയൻറ്റിഫിക് നെയിം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ റഷ്യയാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ബക്വീറ്റ് ഇൻ ദ വേൾഡ്. പിന്നെ അതിൻ്റെ പുറകിൽ ചൈനയും അമേരിക്കയും കസാക്കിസ്ഥാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലും അതിൻ്റെ കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഹിമാലയൻ ബെൽറ്റ്, അതെന്ന് പറയുമ്പോൾ ജമ്മു കാശ്മീർ, ഹിമാചൽ, ഉത്തർപ്രദേശ്, സിക്കിം, അരുണാചൽ, മേഘാലയ ആ ഭാഗങ്ങളിലാണ് ഇത് മെയിനായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അരുണാചൽ പ്രദേശിൽ 5000 ഹെക്ടർ കൃഷിയുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ മേഘാലയയിൽ ഇത് കണ്ടമാനം കൂടുതലായിട്ട് ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ മേഘാലയ ഗവൺമെൻറ് ജപ്പാൻ ഗവൺമെൻറ്റായിട്ട് എന്തോ MOU സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തോ 500 മില്യൺ മെട്രിക് ടൺ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജപ്പാൻ. ഇപ്പോൾ 1000 ഹെക്ടർ ഓളം കൃഷി മേഘാലയയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ MFEC മേഘാലയ ഫാർമേഴ്സ് എംപവേർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ട്. അപ്പോൾ അവരാണ് മൊത്തത്തിൽ മേൽനോട്ടം വഹിക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് സോയിലൊക്കെ പറയുകയാണെങ്കിൽ 18 മുതൽ 26 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആ കാലാവസ്ഥയിലാണ് നന്നായിട്ട് വളരുള്ളൂ. പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല. പിന്നെ ഹൈ സാലിനിറ്റി ഉണ്ടെങ്കിലും അത്ര ശരിയാവില്ല. പിന്നെ ഹാർവെസ്റ്റിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റിന് 60 മുതൽ 90 ഡേയ്സാണ് പറയുന്നത്. അപ്പോൾ അത് വിത ഇറക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിലും ഒക്കെ സെപ്റ്റംബറിലൊക്കെ കൃഷി ഇറക്കണമെങ്കിൽ 60 ദിവസം മതി എന്ന് പറയണം. പക്ഷേ ഈ ഏപ്രിൽ മെയ് ആ സമയത്ത് ഇറക്കുകയാണെങ്കിൽ 90 ഡേയ്സ് വേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ് ഇത്, അതിനെപ്പറ്റി പറയണമെങ്കിൽ പിന്നെ ഇത് 3 ടൈപ്പ് ഉണ്ട്. ഡീഹൾഡ് ഉണ്ട്, പിന്നെ പോളിഷ്ഡ് ഉണ്ട്. ഈ 2 ടൈപ്പാണുള്ളത്, ഡീഹൾഡ്, പോളിഷ്ഡ്, സെമി പോളിഷ്ഡ് ഉണ്ട്. ഇത് ഡീഹൾഡാണ്. പിന്നെന്താണ് ഇതിന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആണ്. പുട്ടു എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഈ നവരാത്രി വ്രതം നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതാണ് കഴിക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റിയുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് കൃഷിനും ഈ ഹള്ള് ഇതിൻ്റെ പുറത്തൊരു തൊലി ഉണ്ടാവും, അതിനാണ് ഹള്ള് എന്ന് പറയുന്നത്. അത് റിമൂവ് ചെയ്യാൻ മെഷീനറി വേണ്ടി വരും ലാസ്റ്റ് സ്കെയിലാണെങ്കിൽ. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ വാല്യൂ ആഡ് പ്രൊഡക്ട്സ് ആണെങ്കിൽ ഇത് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ഇതിൻ്റെ ഫ്ലോർ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം, മാവ് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാം. പിന്നെ മക്രോണി ഉണ്ടാക്കാറുണ്ട്, നൂഡിൽസ്. മക്രോണി നൂഡിൽസൊക്കെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് അമേരിക്കയിലും ചൈനയിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മാവ് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റും, പിന്നെ ദോശ, പിന്നെ സേവറീസ് ഉണ്ടാക്കാൻ പറ്റും, പിന്നെ ചോറ് വെക്കണ പോലെ വെച്ച് കഴിക്കാൻ പറ്റും. പിന്നെ ഇത് വെച്ചൊരു ചായ ഉണ്ടാക്കും, അത് നല്ല ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഗ്രെയിൻസ് റോസ്റ്റഡ് ആയിട്ടും കിട്ടും കേട്ടോ. റോസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് നേരെ എടുത്തിട്ട് കുക്ക് ചെയ്യാം. ഇത് ഇപ്പം അങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് വെള്ളത്തിലിട്ട് വെക്കണം ഓവർനൈറ്റ്. എന്നിട്ട് സാധാ മില്ലറ്റ് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയും നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് ഭൂട്ടാനിൽ ആണോ നേപ്പാളിലാണെന്ന് പറഞ്ഞിട്ട് ഒരു പാബർക്കോ സാഗ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആണ്. ഈ 2 രാജ്യത്തിലേതിലും ഒന്നാണ് പാബർക്കോ സാഗ് എന്ന് പറഞ്ഞിട്ട്.
അവിടുത്തെ ഒരു ഫേമസ് കറിയാണ് പാവർ, ഇതിൻ്റെ ഇല വെച്ചിട്ടുള്ള കറി. പിന്നെ ന്യൂട്രീഷണൽ ഫീച്ചർ പറയുകയാണെങ്കിൽ മറ്റേ മില്ലറ്റിൻ്റെ പോലെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ലോ GI ആണ്. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. പിന്നെ 13 to 15% പ്രോട്ടീൻ ഉണ്ട്. പിന്നെ റിച്ച് ഇൻ അമിനോ ആസിഡ് ലൈസീൻ. പിന്നെ മിനറൽ പ്രൊഫൈൽ പറയുന്നത് സിങ്ക്, കോപ്പർ, മാംഗനീസ് വിത്ത് ഹൈ ബയോ അവൈലബിലിറ്റി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് റൂട്ടിൻ എന്ന് പറഞ്ഞൊരു ബയോ ഫ്ലാവനോയിഡ് ഉണ്ട്. അതുകൊണ്ട് ഹൈ BP കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി കാർസിനോജനിക് ആണ്. പിന്നെ ഇതിനെപ്പറ്റി പറയുന്നത് പറഞ്ഞാൽ വിറ്റാമിൻ B1, C and E ഇത് 3 കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പുതിയ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ സെലിബ്രേറ്ററി ഹെൽത്ത് കോച്ചസ് ഒക്കെ ഉണ്ടല്ലോ ഇന്ത്യയിലൊക്കെ. ഇപ്പോൾ ഈ റയൻ ഫെർണാൻഡോ അവരൊക്കെ പോലെയുള്ള ആളുകൾ അതിൻ്റെ അകത്ത് ഹോബമിൻ എന്ന് പറഞ്ഞിട്ടൊരു മോളിക്യൂൾ ഉണ്ടെന്നാണ് പറയണം. അപ്പോൾ അത് എൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ 2-hydroxybenzylamine ഓർ 2-HOBA എന്നാണ് പറയണത്. അപ്പോൾ അതിന് ആൻറ്റി ഏജിങ് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയണം. പക്ഷേ അപ്പോൾ ഈ ഹോബമിൻ കൂടുതലായിട്ട് കിട്ടുന്നത് മറ്റേ ടാർട്ടാറി ബക്വീറ്റിലാണ് കൂടുതലായിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ കമേഴ്ഷ്യൽ പ്രൊഡക്ട്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് വെച്ചാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ആർജിനെക്സ് എന്ന് പറഞ്ഞിട്ടൊരു അലോപ്പതി മരുന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ലിവറും കിഡ്നിയൊക്കെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്, പേറ്റൻറ്റഡ് ഡ്രഗാണ്, അതിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താണ്, പിന്നെ കമേഴ്ഷ്യൽ പ്രൊഡക്ട്സ് വൈന്, ബിയർ, പിന്നെ ലിക്കറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള റെഫറൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് പ്രചാരം വരുത്തേണ്ടതാണ്. അപ്പോൾ ഇത് ഭയങ്കര ഹ്യൂജ് മാർക്കറ്റാണ്. ഇപ്പോൾ റഷ്യയിലും യൂറോപ്പിലും അപ്പോൾ ഹ്യൂജ് കൺസപ്ഷനാണ്, എസ്പെഷ്യലി ജപ്പാൻ. അപ്പോൾ ജപ്പാൻ ഗവൺമെൻറ് ഇപ്പോൾ മേഘാലയ ഗവൺമെൻറ്റായിട്ട് എഗ്രിമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനുള്ള പരിപാടി ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യ ഒരു എക്സ്പോർട്ടറാണ് ബക്വീറ്റിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് ബക്വീറ്റിനായിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലും പരീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലൊക്കെ 30 ഡിഗ്രി താഴെയുള്ള ടെമ്പറേച്ചർ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരും. പ്രത്യേകിച്ച് വളമൊന്നും ആവശ്യമൊന്നുമില്ല. അങ്ങനെ കേടുപാടുകളോ അധികം ഇല്ലെന്നാണ് പറയുന്നത്. കൂടാതെ അതിൻ്റെ ഇലയും നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പം ഇനി ഇത് നമ്മളിനി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കുക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ബക്വീറ്റ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് ഇപ്പോൾ 6-8 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം മുഴുവൻ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുക്ക് ചെയ്ത് നോക്കാം. കുക്ക് ചെയ്ത് നോക്കാമെന്നല്ല, കുക്ക് ചെയ്ത് കാണിക്കാം. ഇത് വെള്ളം മുഴുവൻ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കുതിർത്ത് വെച്ച ബക്വീറ്റ് ഇത് ഇപ്പോൾ കുക്ക് ചെയ്ത് എടുത്തു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇരിക്കും. എൻ്റെ ടേസ്റ്റ് ഏതാണ്ട് ഗോതമ്പിൻ്റെ അടുത്ത് തന്നെയാണ്, ഗോതമ്പ് പോലെയൊക്കെ തന്നെയാണ് എൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും മറ്റേ ഫുഡിൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുക, താല്പര്യമുള്ള ആളുകൾ. അപ്പോൾ ആരെയും നിർബന്ധിക്കുന്നില്ല. അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി കഴിക്കുന്ന താല്പര്യമുള്ള ആൾക്കാർ കഴിക്കുക. ഇതൊക്കെയാണ് ബക്വീറ്റിനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിൻ്റെ ഒരുപാട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഇൻഡിവിജ്വൽ വീഡിയോസ് ഞാൻ പിന്നെ സമയം കിട്ടുമ്പോൾ ചെയ്യാം. ഓക്കെ.